ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ വെച്ചാൽ അബായ ഡ്രസ്സിൽ ഒരു ഹിജാബ് ചുറ്റിയിട്ട് ഒരു മേക്കപ്പാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ അബായ ഡ്രസ്സും ഹിജാബ് ചുറ്റുന്നതിലും ഒക്കെ ഞാൻ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. കാര്യം നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുവാണ് ഈ ഹിജാബ് ചുറ്റുന്നത്. ഓൾറെഡി നമ്മൾ ബ്രൈഡൽ മേക്കപ്പിലൊക്കെ ബ്രൈഡ്സിനൊക്കെ ചെയ്ത് കൊടുക്കുമെങ്കിലും സെൽഫായിട്ട് ഇത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അതുകൊണ്ടിട്ട് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ പ്രെപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന എൻ്റെ ഫേസിലോട്ട് ഇപ്പം ഒന്നുമില്ല, ഫേസ് വാഷ് ഇട്ടിട്ട് പ്രെപ്പ് ചെയ്ത് വെച്ചിട്ട് ഉള്ള ഫേസാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടോണറും മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ടോണർ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഷാനാസിൻ്റെ പ്യുവർ റോസ് വാട്ടറാണ്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫേസിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അബ്സോർബ് ആകാൻ ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഏകദേശം ഇത് അബ്സോർബ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇടാൻ പോകുന്നത് ഇനി യൂസ് ചെയ്യുന്നത് റീക്വലിൻ്റെ സെയിം മോയ്സ്ചറൈസർ. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും കാണിക്കുന്നത് ഈ മോയ്സ്ചറൈസർ തന്നെയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായതും എൻ്റെ സ്കിന്നിന് കറക്റ്റ് കംഫർട്ടായിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ വെയിലത്തോട്ട് പോവുകയാണെങ്കിലും അല്ലെങ്കിൽ പെട്ടെന്ന് ടാൻ അടിക്കുന്ന സ്കിന്നൊക്കെ ആണെങ്കിൽ ഇതിനു ശേഷം നമ്മൾ സ്ക്രീൻ ലോഷൻ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. അപ്പം ഇന്നിപ്പം ഞാൻ മോയ്സ്ചറൈസർ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഇപ്പം ഇത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ അബ്സോർബ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇന്ന് ഇവിടെ ഒരു സിറം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് വൈറ്റമിൻ സിയുടെ ഒരു സിറമാണ്, ഷിൽസ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈ സിറം നമുക്ക് 1-2 ഡ്രോപ്പ് ഫേസിലൊന്ന് ഇട്ട് കൊടുക്കാം. ഈ സിറത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രൈ സ്കിൻ ആണെങ്കിൽ, പോസ് ഒക്കെ ഉള്ള സ്കിൻ ആണെങ്കിൽ മസ്റ്റായിട്ട് സിറം യൂസ് ചെയ്യണം. ഓയിലി സ്കിൻകാർ മാത്രമേ ഇത് ഇത്തിരി പുറകോട്ട് നിൽക്കാവുള്ളൂ. കാര്യം ബാക്കിയുള്ള നോർമൽ സ്കിന്നും ഡ്രൈ സ്കിന്നും വളരെ നല്ലതാണ് സിറം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വൈറ്റമിൻ സിയുടെ സിറം ആണെങ്കിൽ ഒത്തിരി നല്ലതാണ്. നല്ലൊരു ഗ്ലോസി ലുക്ക് കിട്ടും. പിന്നെ സ്കിൻ ഇങ്ങനെ പരിപരാന്നൊക്കെ ഇരിക്കുവാണെങ്കിൽ ഈ സിറം ഇട്ട് കഴിഞ്ഞാൽ അത് നല്ല ഒരു ഈവൻ ടോണായിട്ട് നല്ല സിൽക്കി ആയിട്ട് നമുക്ക് സ്കിൻ എടുത്തറിയാൻ പറ്റും. അപ്പം നിങ്ങൾ വെറുതെ പ്രൈമർ ഇട്ടില്ലെങ്കിലും ഈ സിറം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് മേക്കപ്പ് ഇടുവാണെങ്കിൽ ആ ഫേസിന് പ്രത്യേക ഒരു ഫിനിഷ്, ഒരു നല്ലൊരു ഗ്ലോസി ഫിനിഷിങ് കിട്ടും. അതും നമ്മൾ കറക്റ്റായിട്ട് തേച്ച് പിടിപ്പിക്കുക നന്നായിട്ട് സ്കിന്നിലോട്ട്. പ്രത്യേകിച്ച് നോസിൻ്റെ ഈ ഭാഗത്തൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കണം. ചിന്നിന്, നെറ്റിക്ക്, കവിള് അങ്ങനത്തെയുള്ള ഭാഗങ്ങളൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ 3 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് പ്രൈമർ ഇട്ട് കൊടുക്കാം. അപ്പോൾ പ്രൈമർ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മാസിൻ്റെ പ്രൈമറാണ്. ഇത് കുറച്ച് എടുത്തിട്ട്, പോസൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ പ്രൈമറിൻ്റെ ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചെയ്തു പോകേണ്ടൊരു പ്രൊസീജിയറാണ്. ഇതെന്തായാലും ചെയ്തു കൊടുക്കണം. അല്ലാത്ത സ്കിൻകാർ കവളത്തും മുഖത്തും നെറ്റിയിലും ഒക്കെ എവിടെ മേക്കപ്പിനും നമ്മുടെ സ്കിന്നിനും ഇടയിൽ ഒരു കവറേജാണ് ഇത് തരുന്നത്, ഒരു പ്രൊട്ടക്ഷനാണ് തരുന്നത്. അതുകൊണ്ടിട്ട് നമ്മൾ ഏത് മേക്കപ്പ് ആണെങ്കിലും ശരി, എന്ത് കെമിക്കൽസോ അല്ലെങ്കിൽ എന്ത് ഐറ്റം നമ്മുടെ ഫേസിലോട്ട് ഇടുന്നു അത് ഡയറക്റ്റ് ഇടാതെ നമ്മൾ ഈ പ്രൈമർ ഇട്ട് കൊടുത്തിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഏകദേശം ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ തന്നെ സ്കിന്നിൻ്റെ ഒരു വ്യത്യാസം കണ്ടോ? സ്കിന്നിന് ഒരു ബ്രൈറ്റ്നെസ് വന്നിട്ടുണ്ട്. മാത്രമല്ല ഒരു ഓയിലി ലുക്കുണ്ട്, ഷൈനിങ് വന്നിട്ടുണ്ട് സ്കിന്നിന്. അപ്പം അതുകൊണ്ടിട്ടാണ് ഈ കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ചെയ്യണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് ഐബ്രോസ് ഒന്ന് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ എന്താ വെച്ചാൽ പെട്ടെന്ന് ചെയ്യാനുള്ളൊരു പരിപാടി, നിങ്ങളുടെ പഴയ മസ്കാര ഉണ്ടെങ്കിൽ ആ പഴയ മസ്കാരയിൽ ആ ബ്രഷ് കൊണ്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എളുപ്പം ചെയ്ത് കൊടുക്കാം. ഇത് പഴയ ബ്രഷ് അല്ല കേട്ടോ, ഇത് പുതിയത് തന്നെയാണ്. അപ്പം ഞാൻ ഇതിൽ നിന്ന് ജസ്റ്റ് ഈ സ്പൂളിയിലേക്ക് ഇത്തിരി എടുത്തിട്ട് ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് വരയ്ക്കുന്നില്ല, ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്.
കാര്യം എന്താ വെച്ചാൽ ഐബ്രോസിൻ്റെ കാര്യം നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഫേസിൽ നമ്മൾ പുറത്തോട്ട് എന്ത് മേക്കപ്പ് ആണെങ്കിലും ഇടുമ്പോൾ ഫേസ് ഭയങ്കര പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും, ഫേസിൻ്റെ സ്കിൻ കളറും നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്യിക്കും. പക്ഷേ ഈ ഐബ്രോസ് ഡാർക്ക് ചെയ്തില്ലെങ്കിൽ അത് ഭയങ്കര ഡള്ളായിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ചെയ്ത മേക്കപ്പിൻ്റെ ഒരു ഫുൾ ലുക്ക് നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് എന്തായാലും നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യരുതും. ഐബ്രോസ് ഗ്യാപ്പ് ഉള്ളവരാണെങ്കിൽ അതെല്ലാം ഫില്ല് ചെയ്തിട്ട് വേണം സ്പൂളിൽ വെച്ചിട്ട് കോംബ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പം ഞാൻ ഫില്ല് ചെയ്യുന്നില്ല, ഇത് കോംബ് ചെയ്യുമ്പോൾ തന്നെ അത് ഓക്കെ ആവും. ഏത് പൊസിഷനിലേക്കാണ് ഹെയർ ഗ്രോത്ത് വരുന്നത് ആ പൊസിഷനിലേക്ക് വേണം കോംബ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പം ചെറുതായിട്ടൊന്ന് ഞാൻ കോംബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് ഇന്ന് ഞാൻ എടുക്കുന്നത് മാക്കിൻ്റെ ഒരു ഫൗണ്ടേഷനാണ്, ലിക്വിഡ് ഫൗണ്ടേഷനാണ്. ഇത് NC35 ആണ് ഇതിൻ്റെ നമ്പർ. ശരിക്കും കറക്റ്റ് ഇതിൻ്റെ ഷെയ്ഡല്ല, പക്ഷേ എങ്കിലും ഞാൻ ഇതിപ്പോൾ എടുക്കുവാണ്. ഇത് കുറച്ച് ഇടുന്നുള്ളൂ. നിങ്ങളുടെ മുഖത്തുള്ള മിസ്റ്റേക്സ് അല്ലെങ്കിൽ സ്കാർ, ഡാർക്ക് സ്പോട്ട്, അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ നോക്കിയിട്ട് വേണം നമ്മുടെ മേക്കപ്പ് ചെയ്യാൻ. ഇപ്പം ഞാനിങ്ങനെ കാണിച്ചു എന്ന് വിചാരിച്ചിട്ട് നിങ്ങളിങ്ങനെ കാണിക്കരുതും. അപ്പം ഏത് ആളുകളാണെങ്കിലും മേക്കപ്പ് വീഡിയോ ചെയ്യുമ്പോൾ അത് കാണിക്കുന്ന അതേപോലെ നമ്മൾ പകർത്തരുത്. നമ്മളുടെ സ്കിന്നിന് എന്തൊക്കെ മിസ്റ്റേക്സ് ഉണ്ട് അല്ലെങ്കിൽ എത്രമാത്രം ക്ലിയർ ആണ് അതെല്ലാം നോക്കിയിട്ട് നമ്മൾ കറക്റ്റ് ചെയ്യാവുള്ളൂ. അപ്പം ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുക്കുവാണേ. ഫൗണ്ടേഷൻ അധികമൊന്നും ഇട്ടിട്ടില്ല, പേരിന് മാത്രമേ ഇട്ടിട്ടുള്ളൂ. കാര്യം ബ്ലാക്ക് കളറിലെ ഈ ഹിജാബ് നമ്മൾ ചുറ്റി കഴിയുമ്പോഴത്തേക്കും ഈ അബായ എല്ലാം ബ്ലാക്ക് കളറാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് മേക്കപ്പ് ഇട്ടാൽ ഭയങ്കര വൃത്തികേടായിരിക്കും, ഭയങ്കര പ്രൊജക്ഷൻ ആയിരിക്കും, ഇട്ടിട്ട പോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇട്ടതുള്ളൂ. ഇനി ഞാൻ കൺസീലർ ഇടുന്നില്ല, പകരം ഒരു സ്റ്റിക്ക് ഫൗണ്ടേഷൻ കൂടെ ആ ഡാർക്ക് സ്പോട്ടുള്ള ഭാഗത്ത് ഇത്തിരി ഇട്ട് കൊടുക്കുവാണ്. കൺസീലറായിട്ട് ഇടുന്നില്ല. ഇത് കളർ എസൻസിന്റെ സ്റ്റിക്ക് ഫൗണ്ടേഷൻ ആണ്. ലിക്വിഡ് ഫൗണ്ടേഷൻ ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ പേരിന്. അതുപോലെ തന്നെ സ്റ്റിക്ക് ഫൗണ്ടേഷനും കൺസീലറിനും പകരം ആ ഡാർക്ക് സ്പോട്ട് ഉള്ളടുത്ത് കുറച്ചൊരു ബ്രൈറ്റ്നെസ് വരാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയാണ്. അതിട്ട് കൊടുക്കുമ്പോൾ കണ്ണിൻ്റെ മേലെയും കൂടെ ജസ്റ്റ് ആ സ്പഞ്ച് ഒന്ന് ഓടിച്ചുകൊണ്ട് പോവുക. എനിക്ക് കളർ എസൻസിൻ്റെ ഈ സ്റ്റിക്ക് ഫൗണ്ടേഷൻ ഒത്തിരി ഇഷ്ടമായി. കാര്യം ഒരുപാട് ഒന്നും നമ്മുടെ മുഖത്ത് എടുത്ത് നിൽക്കണില്ല, അത് തന്നെ എൻ്റെ അഡ്വാൻറ്റേജ്. ഭയങ്കര റിച്ചൊന്നും നിൽക്കുന്നില്ല, ഒരു സൈലൻ്റ് ആയിട്ട് നമ്മളെങ്ങനെ ആഗ്രഹിക്കണോ സ്കിൻ മാറാൻ അതേ രീതിയിൽ അതെനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ഒരു ഡാർക്ക് ഷെയ്ഡ് നമുക്ക് ഈ ഷെയ്ഡ് നമുക്ക് ക്രീസ് ലൈനിൽ കൊടുക്കാം. നമ്മൾ ഈ അബായ അല്ലെങ്കിൽ ഹിജാബൊക്കെ ചുറ്റുമ്പോൾ കണ്ണ് കുറച്ച് ഹൈലൈറ്റ്, കണ്ണും പുരുകവും ഒക്കെ കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കണം. എസ്പെഷ്യലി അതിൻ്റെ മേക്കപ്പ് വളരെ കെയർ ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ടതുമാണ്. അപ്പം ഞാൻ ആ ഡാർക്ക് ഷെയ്ഡ് ഒന്ന് ക്രീസ് ലൈനിൽ കൊടുക്കുവാണേ. കണ്ടോ, ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇപ്പുറത്തും കൊടുക്കും. ഓക്കെ, അപ്പം രണ്ട് കണ്ണിലും ചെറിയ ഷെയ്ഡ്, എന്നാലൊരു ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കൊടുത്തത്. ഇനി നമ്മൾക്ക് അതിൻ്റെ ഒരു ഔട്ടർ കോർണറിലായിട്ട് കുറച്ചൊരു നല്ല ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് കൊടുക്കാം. അതായത് ഈ രണ്ട് ഷെയ്ഡ് തമ്മിൽ മിക്സ് ചെയ്ത് കൊടുക്കാം.
സെയിം തന്നെ ഇപ്പുറത്തെ കണ്ണിലും കൊടുക്കാം. അപ്പം 2 കണ്ണിലും അത്യാവശ്യം നല്ലൊരു ഷെയ്ഡ് കൊടുത്തു. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത്, ഇതിൽ ഒത്തിരി ഗ്ലിറ്റർ ഷെയ്ഡുണ്ട്. അപ്പോൾ ഈ ഗ്ലിറ്റർ ഷെയ്ഡിൽ നിന്ന് നമുക്ക് നമ്മുടെ ഡ്രസ്സ് കുറച്ച് ബ്ലാക്ക് ആണല്ലോ, അപ്പോൾ കണ്ണ് അത് ഡാർക്ക് ഷെയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് അത്ര അട്രാക്ഷൻ ഉണ്ടാവത്തില്ല. അപ്പോൾ അതിന് കുറച്ച് ഗ്ലിറ്ററി ബ്രൈറ്റ്നസ് തോന്നുന്ന ഒരു ഷെയ്ഡ് കൊടുക്കണം. അപ്പം നമുക്ക് ഈ ഒരു ഗോൾഡൻ കളറും പിന്നെ ഇത് ഇവിടെ ഒരു കോഫി ബ്രൗൺ പോലത്തെ കളറുണ്ട്, ആ 2 കളർ മിക്സ് ചെയ്തിട്ട് ഐബോളിൽ അപ്ലൈ ചെയ്യാം. ഞാൻ കൈവച്ചാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഹാഫ് നമ്മുടെ ഡാർക്ക് ഷെയ്ഡും ഹാഫ് നമ്മുടെ ഗ്ലിറ്ററി ഷെയ്ഡും, അതാണ് ലുക്ക്. അപ്പോൾ അത് തമ്മിൽ സെപ്പറേറ്റ് ഇട്ടെന്നൊരു സെപ്പറേഷൻ തോന്നാൻ പാടില്ല. അപ്പോൾ നമ്മളത് ബ്രഷ് വെച്ചിട്ട് അത് ഒന്നാക്കണം, കുറച്ചൊന്ന് സ്മജ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്നാക്കണം. അതേപോലെ തന്നെ നമുക്ക് ഇപ്പുറത്ത് വിടാം, സെയിം പോലെ. ഔട്ടർ കോർണറിൽ നമ്മൾ 2 ഷെയ്ഡുകൾ മിക്സ് ചെയ്തിട്ടതാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇപ്പോൾ ഗ്ലിറ്റർ ഇടുമ്പോൾ ഔട്ടർ കോർണറിലേക്ക് പോവാതെ ഇന്നർ കോർണറിലേക്ക് കുറച്ച് കണക്ട് ചെയ്തിടുക. ഔട്ടർ കോർണറിൽ നമ്മൾ ഇത് ഒന്നിച്ച് ആയി ഒരേപോലെ വന്നു എന്നുള്ള രീതിയിൽ, അതായത് സെപ്പറേഷൻ കാണിക്കാതെ അവിടെ നിന്ന് സ്മജ് ചെയ്ത് കൊടുക്കണം, പഴയ നമ്മുടെ എടുത്ത ബ്രഷ് വെച്ചിട്ട്. ഇപ്പോൾ നമ്മുടെ ഐൻ്റെ മേക്കപ്പ് കഴിഞ്ഞു. അതിൻ്റെ മേക്കപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായോ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഐ മേക്കപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഐൻ്റെ താഴെ കുറച്ച് നമ്മൾ മേലിൽ കൊടുത്ത ആ ഡാർക്ക് ഷെയ്ഡില്ലേ, അത് രണ്ടും വെച്ചിട്ട് താഴെ ഒന്ന് അണ്ടർ ഐക്ക് ഒരു ഷെയ്ഡ് കൊടുക്കണം. ഇതൊക്കെ അറിയാത്ത രീതി വേണം ചെയ്യാൻ, ലൈറ്റ് മേക്കപ്പാണ്. കണ്ടോ? അപ്പം നമ്മൾ ചെറുതായിട്ട് കണ്ണിൻ്റെ താഴെ കൊടുത്തു, അതുപോലെ ഇപ്പുറത്തും കൊടുക്കണം. ഓക്കെ, നമ്മൾ 2 കണ്ണിലും ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് കണ്ണെഴുതി കൊടുക്കണം. കണ്ണെഴുതി കൊടുക്കാനായിട്ട് കണ്ണിൻ്റെ ഭംഗി എപ്പോഴും കിട്ടണമെങ്കിൽ കണ്ണ് നമ്മൾ ഇന്നർ കോർണർ മീൻസ് വാട്ടർ ലൈൻ എഴുതി കൊടുക്കണം. അപ്പം ഞാൻ ഇന്ന് എടുത്തേക്കുന്നത് ഒരു കൊളോസൽ കാജലാണ്. ഇത് മെബ്ലൈൻ്റെ കൊളോസൽ കാജലാണ്. ഇത് വെച്ചിട്ടാണ് കണ്ണിനകത്ത് എഴുതി കൊടുക്കുന്നത്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ഉപയോഗിക്കുവാണേ, നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇത് വെച്ചിട്ട് ലാഷ് ലൈനും വാട്ടർ ലൈനും ഒരേപോലെ തന്നെ വരച്ചു കൊടുത്തു. ഇപ്പോൾ വരച്ചിട്ട് എനിക്ക് ഇഷ്ടമായി, നല്ല സ്മൂത്തായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ട്. നല്ല നല്ല സ്റ്റിക്കാന്ന് തോന്നുന്നു. പിന്നെ നല്ല ഡാർക്ക് ഷെയ്ഡും വരുന്നുണ്ട്. ചിലതിട്ട് നമ്മളിങ്ങനെ ഉരച്ച് കഴിഞ്ഞാൽ ഡാർക്ക് ഷെയ്ഡ് വരില്ല, പക്ഷെ ഇത് ഡാർക്ക് ഷെയ്ഡ് പെട്ടെന്ന് തന്നെ വരുന്നുണ്ട്. അതേപോലെ ഇപ്പോഴത്തെ കണ്ണുകൾ. ഓക്കെ, ഇപ്പം 2 കണ്ണും നമ്മൾ ലാഷ് ലൈനും വാട്ടർ ലൈനും എഴുതി കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് നമുക്ക് കണ്ണിൻ്റെ മേളിൽ നല്ലൊരു ഷേപ്പിൽ കണ്ണൊന്ന് ലാഷ് ലൈൻ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പം അതിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഡാസ്ലറിൻ്റെ ഒരു ഐലൈനറാണ്. ഇതൊക്കെ എടുക്കുമ്പോൾ ഒന്ന് ഷേക്ക് ചെയ്തിട്ട് എടുക്കണേ. നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം.
ഒരു വിൻഡ് ലൈനാണ് കൊടുത്തേക്കുന്നത് ചെറുതായിട്ട്. പിന്നെ സ്റ്റിക്ക് താഴെ എഴുതിയിട്ടുണ്ടല്ലോ, അതൊന്ന് ഡാർക്ക് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ലൈൻ താഴെ കൊടുക്കുന്നുണ്ട് ഈ ഐലൈനർ വെച്ചിട്ട്. സെയിം തന്നെ ഇപ്പുറത്ത് എഴുതാൻ പോവാം. അപ്പോൾ 2 കണ്ണും എഴുതി കഴിഞ്ഞു. ഇനി ചെറുതായിട്ട് എഴുതണോ അല്ല ഡാർക്ക് ചെയ്ത് എഴുതണോ, അത് അങ്ങനെ കണ്ണ് എങ്ങനെ എഴുതണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടം. ചില ആളുകൾ കണ്ണ് നല്ല പ്രൊജക്റ്റ് ചെയ്ത് എഴുതുന്നവരായിരിക്കും, ചിലർ സിമ്പിളായിട്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടം എങ്ങനെയാണോ അതുപോലെ നമുക്ക് ചെയ്തു കൊടുക്കാം. ഇപ്പം നമ്മൾ കണ്ണ് എഴുതി കഴിഞ്ഞു. ഇപ്പം നമ്മുടെ ഐ മേക്കപ്പ് ഫിനിഷ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ലിപ്പിൻ്റെ മേക്കപ്പ് കൊടുക്കണം. അപ്പം ഞാൻ ഇപ്പോൾ ചെറുതായിട്ട് ഒരു ലൈൻ കൊടുക്കാൻ പോവുക ലിപ്പിന്. ഒരു പെൻസിൽ, സാധാരണ ലിപ്പ് പെൻസിൽ വെച്ചിട്ട് നമുക്ക് ലിപ്പിനൊരു ഷേപ്പ് കൊടുക്കാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ലിപ് ബാം ഇട്ടിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ലിപ് ബാം മാത്രം. പക്ഷെ അത് ഇട്ടുമ്പോൾ കുറച്ച് കളർ പോലെ തോന്നും. ഈ ബേബി ലിപ്സിൻ്റെ ലിപ് ബാം ഇട്ടിട്ടുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും ലിപ്പ്. സംസാരിക്കുമ്പോഴൊക്കെ അത് പ്രോബ്ലം ആവും. അപ്പോൾ അതുകൊണ്ടിട്ട് ഇത് ഫസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുകൊണ്ടിട്ട് ഞാൻ ലിപ് ബാം ഇപ്പോൾ ഇടുന്നില്ല, അതിട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുമില്ല. സോറി, അത് കാണിക്കുന്നതിന് മുന്നേ ഞാൻ ഇട്ടായിരുന്നു. അപ്പോൾ ബേബി ലിപ്സിൻ്റെ ഇതിട്ടു, ഒന്ന് നമ്മൾ ലിപ്പ് വരച്ചു കൊടുത്തു. ഇനി ചെയ്യാൻ പോകുന്നത് ഇൻസൈറ്റിൻ്റെ 01 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലിപ്സ്റ്റിക്ക് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. എനിക്ക് മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കിനോടാണ് കൂടുതൽ ഇഷ്ടം. ഗ്ലോസി ഇഷ്ടമല്ല എന്ന് വെച്ചാൽ ഗ്ലോസി ഭയങ്കര പ്രൊജക്റ്റ് ആയിട്ട് നിൽക്കും. മാറ്റ് ആകുമ്പോൾ നമുക്ക് ലൈറ്റ് ഷെയ്ഡ് ഇട്ട് കൊടുത്താൽ തന്നെ നന്നായിട്ടിരിക്കും. എനിക്ക് ഒരുപാട് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഏത് ലിപ്സ്റ്റിക് ആണെങ്കിലും മാറ്റ് ഫിനിഷാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇതൊരു മാറ്റ് ഫിനിഷാണ്. ഇത് നല്ലൊരു ഷെയ്ഡാട്ടോ. ജസ്റ്റ് ഒന്ന് തൊട്ടതേ ഉള്ളൂ, അപ്പോഴേക്കും തന്നെ നല്ല കളർ വന്നു. ലിപ്സ്റ്റിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ കുറച്ച് കൺസീലർ എടുത്തിട്ട് കയ്യിൽ വെച്ചോളണം, തേച്ചിട്ട് വേണം ലിപ്സ്റ്റിക്ക് ഇടാൻ. അതല്ല, അതിനി കൺസീലർ ഇല്ലാത്തവരാണെങ്കിൽ ഫൗണ്ടേഷൻ നമ്മൾ ഏതാണോ മുഖത്തിടുന്നത് അത് കുറച്ചെടുത്ത് വെച്ചിട്ട് വേണം. അപ്പോൾ നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെയെങ്കിലും സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിൽ നമ്മൾ ഉരച്ച് തുടയ്ക്കരുത്. അപ്പോൾ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ഉരച്ച് തുടയ്ക്കുമ്പോഴേക്കും അവിടെ ഫുള്ളൊരു റെഡിഷ് ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ ചെറിയൊരു ബ്രഷ് എടുത്തിട്ട് ആ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ കൺസീലർ തൊട്ടിട്ട് ആ വന്ന സ്ഥലത്തേക്ക് അത് വെച്ചിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് പൊക്കോളും. അങ്ങനെ ചെയ്യാവുള്ളൂ. ലിപ്പിന് ചുറ്റും അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ലിപ്പിൻ്റെ ആ ലിപ്സ്റ്റിക്ക് എത്ര കുറച്ചാണെങ്കിലും എത്ര ചെറിയ ഷെയ്ഡായിട്ടെങ്കിലും അത് നല്ല ഭംഗിയിൽ ലിപ്പിൻ്റെ ഷേപ്പും ഒക്കെ നല്ല പ്രൊജക്റ്റ് ചെയ്തിരിക്കാൻ ഒരു നല്ലൊരു കാര്യമാണ്. അപ്പം ഇതും ഒരു ടിപ്സാണ്. നിങ്ങൾ അറിയില്ലെങ്കിൽ ഇനി ഇത് ഫോളോ ചെയ്തോളാം. നമുക്ക് ലിപ്പിൻ്റെ എല്ലാം നമ്മൾ ഓൾറെഡി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് നമുക്ക് കോണ്ടൂറും ഹൈലൈറ്റും ചെയ്യണം. കോണ്ടൂറ് ഇങ്ങനെ ഒരു ഹിജാബിൽ കോണ്ടൂർ ചെയ്യുന്നത് ഒത്തിരി നല്ല കാര്യമാണ്. കാര്യം എന്താ വെച്ചാൽ നമ്മളിതിങ്ങനെ ഇടുമ്പോൾ ഫേസിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് ഷേപ്പ്ലെസ് ആവും. ഷേപ്പ്ലെസ് മീൻസ് നമുക്ക് ഇങ്ങനെ ഒരു നമ്മളിങ്ങനെ കാണുന്നേക്കാൾ ഒരു ഡിഫറെൻ്റ് ആണല്ലോ ഈ ഹിജാബ് ഇട്ടിട്ട് കാണുമ്പോൾ. അപ്പം അതുകൊണ്ടിട്ട് നമ്മൾ ചെറുതായിട്ട് കോണ്ടൂർ കൊടുക്കുകയാണെങ്കിൽ ഫേസിന് നല്ലൊരു അട്രാക്ഷൻ ആയിരിക്കും. അപ്പോൾ കോണ്ടൂർ ചെയ്യാൻ ഇന്ന് ഞാൻ എടുക്കുന്നത് ക്രൈലോണിൻ്റെ ചെറിയൊരു കോണ്ടൂർ പാലറ്റാണ്. പാലറ്റ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ഷെയ്ഡാണ്. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് AB81 എന്നാണ് ഇതിൻ്റെ പേര്, ഇതിൻ്റെ ഷെയ്ഡ്. അപ്പോൾ നമുക്കൊന്ന് ഈ ഷെയ്ഡ് ജസ്റ്റ് കോണ്ടൂർ ചെയ്യാൻ കൊടുക്കാം.
മെയിനായിട്ട് കോണ്ടൂർ ചെയ്യുമ്പോൾ മൂക്കിൻ്റെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മൂക്കിൻ്റെ വേറെ എവിടെയും കോണ്ടൂർ ചെയ്തില്ലെങ്കിലും മേക്കപ്പ് ചെയ്യുമ്പോൾ മൂക്കിന് മാത്രം കോണ്ടൂർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. മൂക്കിൻ്റെ പാലമൊക്കെ കുറവുള്ള ആളുകളാണെങ്കിൽ കോണ്ടൂർ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല ഒരു ഷേപ്പുള്ള പോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഈ കോണ്ടൂർ ചെയ്തതൊന്ന് ബ്രഷ് വെച്ചിട്ട് സെറ്റ് ചെയ്യാം. ഞാനിവിടെ ഒന്നും അധികം ചെയ്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ഇട്ട് പോയതുള്ളൂ. ഇനി നെറ്റിക്ക് വേണമെങ്കിൽ കോണ്ടൂർ ചെയ്യാം. നെറ്റിക്ക് എന്തായാലും ചെയ്യണം, നെറ്റി ഇച്ചിരി കുറച്ച് തോന്നണ്ടേ. ഇതൊക്കെ ഒരു പേരിനാട്ടാ ചെയ്യുന്നത്, ഒരുപാടൊന്നുമല്ല, പേരിന് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓരോ അവസരവും ഓരോ കാര്യങ്ങളും ഫംഗ്ഷനും നമ്മുടെ ഡ്രസ്സും ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ മേക്കപ്പ് ചെയ്യാൻ. ചുമ്മാ വലിച്ചു വാരി ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും. മേക്കപ്പ് കൊണ്ട് നമുക്ക് നല്ലതുകൊണ്ട് ദോഷമുണ്ട്. ഒരു കുറേ വാരിയിട്ട് ചേരാത്ത ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഭയങ്കര പ്രൊജക്റ്റ് ചെയ്ത് പോകണമെങ്കിൽ ആളുകൾ ഇതെന്താ ഇങ്ങനെ വന്നിരിക്കണേന്ന് നോക്കും. അതല്ല, ഭയങ്കര ക്യൂട്ടായിട്ട് സിമ്പിളായിട്ട് നല്ല എലഗൻ്റായിട്ട് പോവുകയാണെങ്കിൽ ആദ്യം നമ്മൾ മേക്കപ്പ് ഇട്ടെന്ന് പറയത്തില്ലേ. ഇപ്പോൾ ഓൾറെഡി നമ്മൾ കോണ്ടൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ഹൈലൈറ്റർ ഇടണം. അപ്പോൾ ഹൈലൈറ്റർ ഇടാനായിട്ട് ഞാൻ ഇന്നിവിടെ ഹൈലൈറ്ററായിട്ട് യൂസ് ചെയ്യുന്നത് ക്രൈലോണിൻ്റെ ഈ ഒരു ഫൗണ്ടേഷനാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഷിമ്മറിങ് ഫൗണ്ടേഷനാണ്. ഇത് നമ്മൾക്ക് ഒരുപാട് ഗുണങ്ങളുള്ള, ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റണ ഒരു ഷിമ്മറിങ് ഫൗണ്ടേഷനാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ വീഡിയോയിലൊക്കെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാനത് കുറച്ചെടുത്തിട്ട് നമുക്ക് നമ്മുടെ ഹൈലൈറ്ററായിട്ട് യൂസ് ചെയ്യാം. ഫസ്റ്റ് ഇത് മൂക്കിലിട്ട് കൊടുക്കുക. ഇത് ശരിക്കും ഒരു ലിക്വിഡ് ടൈപ്പാണ് കേട്ടോ, കണ്ടോ, ലിക്വിഡ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന്. നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കണ്ടോ, വളരെ ചെറിയ ക്വാണ്ടിറ്റി എടുക്കാവുള്ളൂ. ഇവിടെ ഇട്ട് എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ഹിജാബ് ചുറ്റി കഴിയുമ്പോൾ കൂടുതലും കാണുന്ന ഏരിയ എവിടെയാണല്ലോ, അപ്പോൾ അവിടെ കുറച്ച് ഫിൽറ്ററി ആയിട്ട് ഇരുന്നോട്ടെ. ഇനി നമുക്ക് ചിന്നിലിട്ട് കൊടുക്കാം. ഇപ്പം ഏകദേശം ഈ കാണുന്ന പോർഷനിലേക്കായി. ഇനി ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഇവിടെ ബോൺ ഏരിയയിൽ, ചീക്ക് ബോണില്ലേ അവിടെ, ആ ഭാഗത്ത്. വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്താൽ മതി ഇത്. അപ്പം തന്നെ നമുക്ക് എല്ലായിടും ഇടാൻ കഴിയും. പിന്നെ വേണമെങ്കിൽ ഈ ഐബ്രോയുടെ താഴെ നമുക്ക് ബ്രഷ് ചുമ്മാ ഒന്ന് തൂത്ത് കൊടുക്കാം. ഒത്തിരി ഇടണ്ട, കാര്യം കണ്ണിനും ഗിൽറ്റ് ഐബ്രോസിനും ഗിൽറ്റ് വന്നാൽ അത്ര ലുക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഐ മേക്കപ്പ്, ഐബ്രോസ്, ലിപ്പ്, ഫേസ് എല്ലാം വളരെ മിതമായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഏകദേശം നമ്മുടെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞല്ലോ, നമുക്ക് ഇടാനില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഇട്ട മേക്കപ്പ് സെറ്റ് ചെയ്യണം. സെറ്റിംഗ് സ്പ്രേ ഏത് ചെറിയ മേക്കപ്പ് ആണെങ്കിലും വലിയ മേക്കപ്പ് ആണെങ്കിലും സെറ്റിംഗ് സ്പ്രേ മസ്റ്റായിട്ടും യൂസ് ചെയ്തോളണം. അപ്പോൾ യൂറോപ്പ് ഗോൾഡിൻ്റെ ഒരു സ്പ്രേ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാവുള്ളൂ. അതൊന്ന് സ്കിന്നിലോട്ട് ഒന്ന് അബ്സോർബ് ആവാനുള്ള സമയം കൊടുക്കണം. ആ സമയം കൊണ്ടിട്ട് നമുക്ക് ഹെയർ ഒന്ന് കൊടുക്കാം, സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതൊന്നും ചെയ്യണ്ട, ഹെയറിന് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഹിജാബ് കൊണ്ടൊന്ന് തലയിൽ ചുറ്റാൻ പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരുപാട് ഹെയറിലോട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഹെയർ നമ്മൾ മാക്സിമം ഹൈറ്റിൽ കെട്ടിക്കൊടുക്കണം, അതാണ് അതിൻ്റെ ഒരു ഭംഗി. ഞാൻ ഹിജാബ് ചുറ്റാൻ പോവുകയാണ്. അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മേക്കപ്പ് എങ്ങനെയുണ്ട്? സെറ്റപ്പ് ആയില്ലേ?
നമുക്ക് ഹിജാബ് ചുറ്റാം. ഹിജാബ് ചുറ്റുമ്പോൾ ഇതാണ് ഒരു ഹിജാബ് ഞാൻ എടുത്തിരിക്കുന്നത്. ഹിജാബ് ചുറ്റുമ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഈക്വലായിട്ട് പിടിച്ചിട്ട് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഞാൻ കുറച്ച് ലെങ്ത് കൂടുതലിടുവാണ്. ലെഫ്റ്റ് സൈഡ് കുറച്ച് ലെങ്ത് കുറച്ചു. അപ്പോൾ റൈറ്റ് സൈഡ് ഇത്തിരി കൂടുതലിടും. നമ്മൾ ആദ്യമേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഹിജാബ് നമ്മൾ ഇടുമ്പോൾ നമുക്കുള്ളിലൊരു ക്യാപ്പ് ഇന്നറായിട്ട് എന്തെങ്കിലും വയ്ക്കണമെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫിനിഷിങ് കിട്ടും. അപ്പം ഞാൻ അതൊന്നും വയ്ക്കണില്ല. ഇതിൽ ജസ്റ്റ് നമുക്ക് ഹിജാബ് മേക്കപ്പ് അല്ലേ ഉള്ളൂ. ഹിജാബിന് ചുറ്റുന്നതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഹിജാബ് മേക്കപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ചുറ്റുന്നില്ല. എനിക്ക് ഇടണമെങ്കിൽ നല്ല പെർഫെക്ഷനായിട്ട് കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ ഇട്ടിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഒരു കാൽഭാഗം വേണ്ട, ഒരു കുറച്ചൊന്ന് മടക്കണം. കണ്ടോ? ഇങ്ങനെ മടക്കുവാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്ഷൻ കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് ഫേസിൽ എത്ര ഫേസ് കാണണം, എങ്ങനെ കവർ ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇവിടെ ഇന്നർ ഇടുവാണെങ്കിൽ ക്യാപ്പ് എന്തെങ്കിലും വയ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ കോട്ടൺ തുണി നമ്മൾ എന്തെങ്കിലും ചുറ്റുവാണെങ്കിൽ ഇവിടെ ഇങ്ങനെ പൊന്തിയിരിക്കും. പക്ഷേ എനിക്കിപ്പോൾ പൊന്തുന്നില്ല. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് ഇവിടെ ഈ സൈഡിൽ നിന്ന് കുറച്ചിങ്ങനെ ഇതിങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെ സൈഡിലെ ഒരു ഭാഗം ഇങ്ങനെ എടുക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു പിൻ ചെയ്യണം. ഹിജാബ് പിന്നൊന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ, സാധാ ഒരു പിന്നാണ് യൂസ് ചെയ്യണം. പിന്നെ നമുക്ക് നല്ല ടൈറ്റിൽ പിൻ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ നോക്കണം നിങ്ങൾ കറക്റ്റായിട്ടാണോ വെച്ചിരിക്കുന്നത്, എന്തെങ്കിലും മിസ്റ്റേക്ക്. ഇതിപ്പോൾ നമ്മുടെ ഇന്നർ ഒരു ക്യാപ്പൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ടാട്ടോ ഇങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പം നോക്കണം. ഓക്കെ, ഏകദേശം സെറ്റായെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി നമുക്ക് ഇതിന്ന് ഒരു ഫ്ലീറ്റിങ്ങിനെ ഇട്ട് കൊടുക്കാം. സ്റ്റെപ്പായിട്ട് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സമയത്തൊക്കെ ഇവിടെ ഇങ്ങനെ കറക്റ്റ് പാകത്തിന് വലിച്ചു വെച്ചിട്ട് ഇവിടെയൊക്കെ പിൻ ചെയ്യണം കേട്ടോ. ഇവിടെ ഈ ഇപ്പുറത്തെ സൈഡ് അങ്ങനെ സൈഡ് തോറും പിൻ ചെയ്യണം. എനിക്കങ്ങനെ പിൻ ചെയ്യാൻ പിന്നില്ല, അതുകൊണ്ടിട്ട് ഞാൻ അങ്ങനെ പിൻ ചെയ്യുന്നില്ല. പിന്നെ ഒരു മടക്കും കൂടെ ഞാൻ എടുക്കുവാണ്. ഒരു പ്ലേറ്റും കൂടെ എടുത്തു. പ്ലേറ്റ് കൂടുതലിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാട്ടോ. അപ്പം ഇത്രയും പ്ലേറ്റും കൂടെ ഞാൻ എടുത്തു. എന്നിട്ട് ഞാൻ ഇത് നമുക്ക് സൈഡിൽ പിൻ ചെയ്യാം, പക്ഷെ എനിക്ക് സൈഡിൽ പിൻ ചെയ്യാൻ പിന്നില്ല. അതുകൊണ്ടിട്ട് ഞാൻ ഇവിടെ ഒരു പിൻ, സാധാരണ പിൻ കൊടുക്കുവാണ്. ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഇവിടെ റൈറ്റ് സൈഡിലെ ആ പോർഷനില്ലേ അതിങ്ങനെ ഒന്ന് തലേന്ന് ഇങ്ങനെ അതെടുക്കുമ്പോൾ ഒരു വൃത്തിക്കൊക്കെ എടുക്കണം കേട്ടോ. ഇങ്ങനെ പിന്നൊക്കെ കാണാതെ സെറ്റ് ചെയ്യണേ. ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഇത് കുറച്ചുകൂടി നീളം ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായാണ് കേട്ടോ. നീളം കുറവാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഇവിടെ സെറ്റ് ചെയ്യണം. ഇതൊക്കെ എടുക്കുമ്പോൾ ഒരു നല്ല ഫ്ലീറ്റ്സ് കറക്റ്റായിട്ട് വരുന്ന രീതി എടുത്താൽ നല്ല സൂപ്പർ ഭംഗിയാണ്. ഇച്ചിരി പിന്നെ കാണാം, സാരില്ല, നിങ്ങളൊന്ന് ക്ഷമിച്ചേരണേ. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ ചുറ്റിയെടുക്കാം, പക്ഷെ ഞാനതങ്ങനെ ചുറ്റുന്നില്ല. ഇങ്ങനെ ഇടുക. ഇങ്ങനെ ഇടുമ്പോൾ നമ്മുടെ പിന്നെ കാണുന്നില്ല. ഇതിവിടെ ഇങ്ങനെ കുറച്ച് ഭംഗിയിൽ എടുക്കാം കേട്ടോ. ഭംഗിയിൽ നല്ല ഫ്ലീറ്റ്സ് ഒക്കെ ഇട്ട് നമുക്ക് എടുക്കാം, പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ എടുക്കുന്നില്ല. ഇതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് വൃത്തികേടാണ്. ഇത്രയും മതി, പിന്നെ നിങ്ങൾ നോക്കണ്ട. അപ്പോൾ ഓക്കെ, ഇത്ര ഞാൻ സെറ്റ് ചെയ്തു. ഇനി നമ്മുടെ ഐബ്രോസ് ഒന്നും ഇതൊക്കെ ചുറ്റിയപ്പോഴേ ഐബ്രോസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന്
സ്പൂളി വെച്ചിട്ട് കോമ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇതാണ് നമ്മുടെ ഹിജാബിലൊരു മേക്കപ്പ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഇനി എന്താണ് അടുത്ത മേക്കപ്പ് ഇടേണ്ടത്, എന്താണ് അടുത്തത് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് മേക്കപ്പോ അത് എന്താണെന്ന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കത് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിക്കറിയാവുന്ന പോലെ സാധാ ഒരു ഹിജാബൊക്കെ ചുറ്റി ഞാൻ ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും ഹിജാബിനൊരു പീസ് ഇങ്ങനെ ഒരു ഫ്രണ്ടിലോട്ടും ഒരു പീസ് ബാക്കോട്ടും കിടക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. ഫുൾ ഇങ്ങനെ ചുറ്റിനേക്കാളും അബായ ഇടുമ്പോൾ ഇങ്ങനെ ഇടുന്നതാണ് കുറച്ചുകൂടി ഭംഗി. അപ്പം നമുക്ക് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.